ഓരോ സെക്കൻഡും ഹറാം. അതല്ലേ ഇതിന്റെ അവസ്ഥ? ഓരോ സെക്കൻഡും ഹറാമിലായിട്ട് രേഖപ്പെടുത്തുകയാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലെന്ന് ശറഅ് പറഞ്ഞത് മനുഷ്യന്റെ ബുദ്ധിയെ ഏതെങ്കിലും ഒരു നിലയിൽ ഓൾട്ടർ ചെയ്യുന്ന ഒരു സാധനവും നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഒരിക്കലെന്ന് സങ്കല്പിക്കുക. പിന്നീട് ഇവന് വലിയ സങ്കടമായി തിരിച്ചു വന്നു. ആ ഒരു മനുഷ്യന് തോന്നുന്ന സങ്കടം, ആ സങ്കടമായിരിക്കും ഒരുപക്ഷെ ഒരുപാട് നന്മ ചെയ്തിട്ട് ഞാൻ തരക്കേടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവന്റെ അഹങ്കാരത്തിനേക്കാളും നല്ലത് ഒരു തെറ്റുപറ്റിയിട്ടുണ്ടായ സങ്കടമാണ് എന്ന് മഹാന്മാർ പറയാറുണ്ട്. നദാമത്തുൻ തത്ബഉ സയ്യിഅതൻ ഖൈറും മിൻ ഇഅജാബിൻ തത്ബഉ ഹസന. ഒരു നന്മ ചെയ്തിട്ടുണ്ടാകുന്ന അഹങ്കാരത്തെക്കാളും നല്ലത് ഒരു തിന്മയാൽ സംഭവിക്കുന്ന ഒരു മനുഷ്യന്റെ ഇൻകിസാർ. ഞാൻ വളരെ മോശക്കാരനാണല്ലോ. സൗദി അറേബ്യയിൽ ജീവിച്ചുപോയ ഒരു വലിയ സുന്നി പണ്ഡിതനുണ്ടായിരുന്നു, അബ്ദുറഹീം അത്തഹാൻ. അടുത്ത കാലങ്ങളിൽ വഫാത്തായ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നാട്ടിൽ എല്ലാ നിസ്കാരത്തിനും എല്ലാ നന്മക്കും മുമ്പിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം ഒരു ചെറിയൊരു കച്ചവടം തുടങ്ങി. ആ കച്ചവടത്തിന്റെ ഇടയിൽ ഒരു പെണ്ണ് ഇയാളുമായി അടുത്തിടപഴകാൻ തുടങ്ങി. അങ്ങനെ അവളെ പിടിക്കുകയോ തൊടുകയോ എന്തോ ചെയ്തതിന്റെ പേരിൽ നാട്ടിലാകെ അങ്ങോട്ട് വഷളായി. ഈ മനുഷ്യൻ പള്ളിയിലേക്ക് വന്നപ്പോ ആളുകളൊക്കെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി, പിന്നെ കളിയാക്കാൻ തുടങ്ങി. അവരുടെ ദർസ് നടക്കും, ഖുർആൻ ക്ലാസ്. ആ ക്ലാസ്സിന് നീയൊന്നും വരണ്ടെന്ന് പറഞ്ഞു. ഇയാൾ വലിയ സങ്കടത്തിലായി വളരെ വിഷമിച്ച് സ്വന്തം നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഇയാൾ ഒരു വ്യഭിചാരത്തിലേക്ക് എത്തിയില്ല, പക്ഷേ അതിന്റെ മുഖദ്ദിമാത്തുകളിലൊക്കെ എത്തിപ്പെട്ട ഒരു വലിയ അപകടത്തെ സംബന്ധിച്ച് എല്ലാവരും കളിയാക്കിയിട്ട് ഈ മനുഷ്യൻ വല്ലാതെ സങ്കടപ്പെട്ട് പിന്നെ ജമാഅത്തിന് വരാണ്ടയായി. ആളുകൾ പറഞ്ഞു, നിന്റെ കാര്യം പോക്കാണോ എന്ന് പറഞ്ഞു. ഇയാൾ ആകെ സങ്കടപ്പെട്ടു. ചെറുപ്പക്കാരനാണ്. പിന്നെ അയാൾ താടിയൊക്കെ ഷേവൊക്കെ ചെയ്ത് ചേലും കോലൊക്കെ മാറ്റി പിന്നെ വേറെ ഒരു തരം ഫ്രണ്ട്സിന്റെ കൂടെ പോകാൻ തുടങ്ങി. അവര് പല ക്ലബിലും കൊണ്ടുപോയി, പല തോന്നിവാസങ്ങളും ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് ഇയാൾ പോകാൻ തുടങ്ങി. പള്ളിയിൽ ചെന്ന ഏതായാലും അവരെന്നെ കളിയാക്കാൻ, ഞാൻ ഈ വഴിക്ക് പോകട്ടെ. ജനങ്ങൾ പിശാചിനെ സഹായിച്ചു കൊടുത്തു. അങ്ങനെ ഒരാൾ തെറ്റ് ചെയ്താൽ തൗബ ചെയ്ത് വരുന്ന ഒരു മനുഷ്യനെ പിന്നെ പഴയ കഥ പറഞ്ഞ് ആ മനുഷ്യനെ വേദനിപ്പിക്കാൻ പാടില്ല. നീ പണ്ട് അങ്ങനെ ചെയ്തില്ല, അള്ളാഹു പുറത്തു കൊടുത്താ നിനക്കെന്ത് നഷ്ടം? അള്ളാഹു പുറത്തു കൊടുക്കൂലേ? ആ ഒരു പഴയ കാലത്ത് ഒരു കഥ വെച്ച് ആ മനുഷ്യന്റെ എല്ലാ നന്മകളും നമ്മൾ ഇല്ലെന്ന് വെക്കുകയാണോ? അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. തെറ്റുപറ്റിയേക്കാം, പക്ഷെ അയാൾക്ക് എത്ര നന്മയുണ്ട്. ആ നന്മ നോക്ക്. നന്മയോ തിന്മയോ ഏതാ കൂടുതൽ? നന്മയല്ലേ? തെറ്റല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കട്ടെ, തൗബ ചെയ്യട്ടെ, അല്ലാഹു പുറത്തു കൊടുക്കൂലേ എന്ന് ചിന്തിക്കാതെ ഒരു നാട്ടുകാർ മുഴുവനും ഹലബിലാണ് വിഷയം നടന്നത്. എല്ലാവരും ഇയാൾ ഒറ്റപ്പെടുത്തിയപ്പോ ഈ മനുഷ്യൻ റോങ് വഴിയിലേക്ക് പോയി തുടങ്ങി. മഹാനായ അബ്ദുറഹീം തഹാൻ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. സൗദിയിലെ ആലിമീങ്ങളിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാരിൽ അഹ്ലുസുന്നയുടെ അഖീദയെ അടിയുറച്ച് സ്ഥാപിക്കാൻ കഷ്ടപ്പാട് ചെയ്ത വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം അറിഞ്ഞു. നാട്ടിലേക്ക് വന്നപ്പോ ചോദിച്ചു, അല്ല നമ്മുടെ ഇന്നാലിന്ന ആളിവിടെ കാണുന്നില്ലല്ലോ. പറഞ്ഞു, അയാളുടെ കഥ അറിഞ്ഞില്ലേ? എന്തേന്ന് ചോദിച്ചു. അയാളൊരു പെണ്ണിനെ കയറി പിടിച്ചു. എന്നിട്ടോ എന്ന് ചോദിച്ചു. ഞങ്ങളൊക്കെ പിന്നെ അയാളെ ബഹിഷ്കരിച്ചു. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആ മനുഷ്യന്റെ മേൽ പിശാചിനെ സഹായിച്ചല്ലേ? അതാണോ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്? അയാളിപ്പോ ഷെയ്വൊക്കെ ചെയ്ത് ഇപ്പോ അയാൾ വേറെ ഗ്രൂപ്പിന്റെ കൂടെയാണ്. അയാൾ വീട്ടിലേക്ക് ഞാൻ ചെന്ന് നോക്കട്ടെ. ഈ മഹാനായ മനുഷ്യൻ ഈ ചെറുപ്പക്കാരന്റെ വീട്ടിൽ ചെന്നപ്പോ വാതിൽ മുട്ടിയപ്പോ ഈ ചെറുപ്പക്കാരന്റെ കരച്ചിൽ വന്നു. റബ്ബേ, എന്റെ ഉസ്താദ് എന്നെ പഠിപ്പിച്ചിരുന്ന ആളല്ലേ ഈ വന്നിരിക്കുന്നത് എന്റെ വീട് മുറ്റത്ത്. അയാൾ കരയാൻ തുടങ്ങി. ഉസ്താദ് അകത്തേക്ക് കയറിയിരിക്കൂ എന്ന് പറഞ്ഞു. അയാൾക്കൊന്നും പറയാനില്ല. മഹാനായ ഷെയ്ഖ് അബ്ദുറഹീം തഹാൻ എന്നവര് പറഞ്ഞു, വാ നമുക്കൊന്ന് പുറത്തിറങ്ങി നടക്കാം. വീടിന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്നതിനേക്കാളും ഒരൽപ്പം ഒരു കാറ്റ് കൊണ്ടൊന്ന് പുറത്തിറങ്ങി നടക്കാം. നബിന്റെ കൈ പിടിച്ച് ഇങ്ങനെ നടന്നിട്ട് പറഞ്ഞു കൊടുത്തു, അല്ല, 100 ആളെ കൊന്നവൻ അല്ലാഹു പുറത്തു കൊടുത്തിട്ടില്ലേ? എത്ര വലിയ പാപികൾക്ക് അല്ലാഹു മാപ്പ് ചെയ്തു കൊടുത്തു. നിന്റെ തൗബയെ അല്ലാഹു സ്വീകരിക്കൂലേ? നീ എന്തിനാണ് ഈ മാറി നിൽക്കുന്നത്? അയാൾ പറഞ്ഞു, അലി തൗബ, എനിക്ക് തൗബയുണ്ടോ? എന്നെ അല്ലാഹു സ്വീകരിക്കുമോ? ഞാൻ ഇത്ര വഴിതെറ്റിപ്പോയില്ലയോ? എനിക്കിനി രക്ഷപ്പെടാൻ കഴിയുമോ? ഞാൻ പറഞ്ഞു, തീർച്ചയായും നിനക്ക് രക്ഷയുണ്ട്.
ആ മനുഷ്യന് മഗ്രിബിന് നിസ്കാരത്തിന് കൈപിടിച്ചു കൊണ്ടുവന്ന് wudu എടുത്ത് പള്ളിയിലേക്ക് കയറി. മഗ്രിബ് നിസ്കരിക്കുമ്പോൾ ഇയാൾ കുറച്ചകലെ, ഷെയ്ഖിൽ നിന്ന് കുറച്ചകലെ മാറി നിന്ന് നിസ്കരിച്ചു. മഗ്രിബ് നിസ്കാരത്തിൽ മുഴുവൻ ഇയാൾ പൊട്ടിക്കരയുകയായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ രണ്ട് കൊല്ലം ഒന്ന് മാറിപ്പോയി, റൂട്ട് മാറിപ്പോയി. അതിന്റെ മുമ്പ് മുഴുവൻ നന്മയാണ്. പക്ഷെ 2 കൊല്ലം ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. ആ സങ്കടം ഇയാളെ ഇയാളുടെ മനസ്സിനെ ശരിക്കും ഇങ്ങനെ വേട്ടയാടുകയാണ്. കരഞ്ഞ് കൂടെയുള്ള ആളുകൾക്ക്, നിസ്കരിക്കുന്ന ആളുകൾ പോലും റബ്ബേ എന്താണ് ഇയാൾക്ക് പറ്റി, അയാൾ മുഖം മറച്ചിരുന്നു. ആ മനുഷ്യന് എന്തോ ഒരു ഹിക്മത്തിന് അങ്ങനെ ചെയ്തിരുന്നു, ആളുകൾക്ക് അറിയാണ്ടിരിക്കാനും വേണ്ടി. അങ്ങനെ ഒരു പൊട്ടിക്കരച്ചിൽ കരഞ്ഞ് ആ നിസ്കാര ശേഷം അവിടെ ദുആ ചെയ്തിട്ട് മഹാനായ ശൈഖ് അവറുകൾ കൊണ്ടുപോയി സമാധാനിപ്പിച്ച് അവന് നല്ല സാരോപദേശം കൊടുത്ത് പഴയ വഴിയിലേക്ക്, നന്മയിലേക്ക് അയാളെ തിരിച്ചു കൊണ്ടുവന്ന ഒരു അനുഭവമുണ്ട്. നമ്മുടെ നാട്ടിൽ എത്രയോ ചെറുപ്പക്കാർ ഇങ്ങനെ ഒരു തലോടൽ ആരെങ്കിലും നൽകുമോ എന്ന പ്രതീക്ഷയിലാണ്. നമ്മൾ അള്ളാഹുവിനെ സംബന്ധിച്ച് ജനങ്ങളോട് പറയുന്നത് അള്ളാഹു നിന്നെ കഷ്ടപ്പെടുത്തും, നിന്നെ ഇനി സ്വീകരിക്കില്ല എന്നാണോ? അതാണോ നമ്മൾ പറയേണ്ടത്? അതല്ല. എത്ര തെറ്റ് ചെയ്തവനും അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കയറി വരാം, ആർക്കും കയറി വരാം. അവിടെ ഒരു വക്കീലിന്റെ ആവശ്യമില്ല, അവിടെ ഒരു റെക്കമെൻഡുകാരന്റെ ആവശ്യമില്ല. നിങ്ങൾ കയറി വാ അള്ളാഹുവിന്റെ ഹദ്റത്തിലേക്ക്. അവിടെ ചെന്ന് സങ്കടം പറയും, പറ്റിപ്പോയി റബ്ബേ. ആരെ പേടിച്ചാലും നമ്മൾ ആ മനുഷ്യന്റെ അടുത്ത് പിന്നെ തിരിച്ചു പോകില്ല. പക്ഷെ അള്ളാഹുവിനെ പേടിച്ചാൽ അള്ളാഹിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകാനുള്ളത്. ഈ ഒരു ബോധം നമ്മുടെ കൽബുകളിൽ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ സംഭവിച്ചു പോയതിൽ നിന്നൊക്കെ തിരിഞ്ഞ് നേർവഴിയിലേക്ക് തിരിഞ്ഞു നടക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ ക്യാമ്പസുകളിൽ, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ വിദ്യാർത്ഥിനികൾ വളരെ മോശമായ രീതികളിൽ പ്രവർത്തിക്കുന്ന ചുറ്റുപാടുകളുണ്ട്. എല്ലാവരും എന്നല്ല. സ്കൂളിലെ 8ഉം 9ഉം 10ഉം ക്ലാസ് എത്തുമ്പോഴേക്കും വ്യഭിചാരത്തിൽ പെട്ടുപോകുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മുടെ നാടുകളിൽ വിരളമല്ല എന്നതാണ് അവരെ കൗൺസിലിംഗ് നടത്തുന്ന സമയത്ത് ബോധ്യപ്പെടുന്നത്. നമ്മൾ വിചാരിക്കും എങ്ങനെ ഇതൊക്കെ നടക്കുന്നുണ്ട്. കല്യാണവും സൽക്കാരവും ഒക്കെ നമ്മൾ നടക്കുമ്പോൾ കല്യാണ വീടുകളുടെ വിവാഹത്തിന്റെ തലേ ദിവസം നമ്മൾ മൈലാഞ്ചി കല്യാണം എന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും ആ ഒരു തലേ ദിവസം വീട്ടുകാര് മുഴുവനും അവിടെയും ഇവിടെയും ചിന്നിച്ചിതറി ഉറക്കവും നിസ്കാരവും ഇല്ലാതെ പാതിരാവളിൽ എല്ലാവരും കൂടിക്കുഴഞ്ഞ് തിമർത്താടുന്ന ചുറ്റുപാടുകൾ നമ്മുടെ വീടുകളിൽ എത്രയോ സച്ചരിതരായ ആളുകളുടെ കുടുംബങ്ങളിൽ പോലും വിവാഹത്തിന്റെ തലേന്ന് വ്യഭിചാരം നടക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. അള്ളാഹുവിനെ സൂക്ഷിച്ചോളൂ.